ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലൂടെ ഒരു നല്ലൊരു വേഷത്തിൽ എത്തുന്ന നീതു ശിവയാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് നീതു ആരാണ്, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? എൻ്റെ പേര് നീതു ശിവ. ഇതിന്റെ 4ാമത്തെ ചിത്രമാണ്. ഫസ്റ്റ് റിലീസ് ആവുന്ന പടം പാപ്പച്ചനൊളിവിലാണ്. സൈജു കുറുപ്പൊക്കെ അഭിനയിച്ച പാപ്പച്ചനൊളിവിലാണ്. പിന്നെ ഇടി മഴക്കാറ്റെന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തു. പിന്നെ ഈ മൂവി റിലീസ് ആവാതിരിക്കുന്നു. പിന്നെ വേറെ 2-3 മൂവീസ് കൂടെ റിലീസ് ആവാതിരിക്കുന്നു. ഒന്ന് ഹാല്, ഷെയ്ൻനിഗ അഭിനയിച്ച ഹാല്, പിന്നെ ശുക്രൻ. അപ്പൊ ഒരു ബഞ്ച് ഓഫ് മൂവീസ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് റിലീസിന്. അപ്പൊ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാല് പാപ്പച്ചനൊളിവിലാണല്ലോ. അപ്പൊ അതും ഒരു ഡെബ്യൂക്ക് വേണ്ടിട്ടൊരു അടിപൊളി സ്റ്റാർട്ടിങ് ആയിരുന്നു. അതെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ആദ്യത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഇതില് ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത്. അപ്പം സാറ് ഇതുപോലെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു മൂവി ചെയ്യണമെന്ന് സാറിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണെന്ന് സാർ പറഞ്ഞിരുന്നു. അതിനുശേഷം കുറെ മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ഓക്കെ ആയി, അപ്പം ഇതുപോലെ ഒരു ക്യാരക്ടർ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്താ ക്യാരക്ടർ ഇതില് നോബിച്ചേന്റെ വൈഫായിട്ടാ ഒരു ടീച്ചറിന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ നോബിച്ചേട്ടന്റെ വൈഫ് എന്ന് പറയുമ്പോ, നോബിച്ചേട്ടൻ എന്ന് പറയുമ്പോ നമുക്കറിയാലോ, ഭയങ്കര കോമഡി, എപ്പോഴും ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു കൗണ്ടർ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചേട്ടൻ എന്ന് വെച്ചാ ഭയങ്കര കോമഡി, അങ്ങനെ സെറ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ചേട്ടനെ കാണുന്നത്. അപ്പം പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇല്ല, ചേട്ടൻ നല്ല ഒരു എന്താ പറയാ, കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, അങ്ങനെ നല്ല ഒരു കംഫർട്ടബിൾ ആയിരുന്നു ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ. അപ്പൊ നമ്മുടെ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലേക്ക് വരുമ്പോ കുറച്ച് പ്രവാസ ജീവിതവും പാരന്റിങ്ങും അതൊക്കെയാണ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നീതുയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു ടീച്ചറാണ്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടറാണല്ലോ. അപ്പൊ നമ്മുടെ ആ സിനിമയുടെ ഒരു കഥയും അതിന്റെ ജോണറിനെ പറ്റിയിട്ട് പറയാമോ? ഇതൊരു ഫാമിലി സ്റ്റോറിയാ. പ്രവാസ ജീവിതം കഴിഞ്ഞ നാട്ടിൽ വരുന്നതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് ഇതില്. അതില് ആ ക്യാരക്ടറിന്റെ, അതായത് നായികയുടെ കൂട്ടുകാരിയും കൂടെയാണ് എന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻ നോക്കുമ്പോ ഇതേപോലെ പ്രവാസ ജീവിതത്തില് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ടീച്ചർ എന്ന നിലയിലും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ടീച്ചറാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നോക്കുമ്പോ എന്ത് തോന്നുന്നു? അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിനെ ഒരുപാട് പേരുണ്ടാവും. ആ ഫാമിലി ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വരും. ഇപ്പം സാധാരണ വർഷങ്ങളായിട്ട് പുറത്ത് ജോലി ചെയ്യുന്ന ഇപ്പം ഒരു ഫാദർ ആണെങ്കിൽ കുട്ടികളുമായിട്ട് സാധാരണയായിട്ട് ഭയങ്കര അടുപ്പം അങ്ങനെ കുറവായിരിക്കുമല്ലോ. അപ്പം അതും സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തോ കൂടുതലും അത്ര ഒരു ബോണ്ടിങ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അതായിരിക്കും ഒരു എന്താ പറയുക, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അതും നന്നായിട്ട് ബാധിക്കുന്നു തോന്നുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു മൂവി പോകുന്നത്. ഇങ്ങനെ നിത്തു ഇങ്ങനെ ഇതേപോലെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പാരന്റ്സ് ബോണ്ടിങ് ആണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും അറിയില്ല? എനിക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിലിയില് അമ്മ കുഞ്ഞിലെ മുതലേ ഇങ്ങനെ ഗൾഫില് ജോലി ചെയ്യാനാണ്. അപ്പം അവർക്ക് അത്ര അങ്ങോട്ട് അറ്റാച്ച്മെന്റ് ഇല്ല. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, ചിലവർക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരി പറഞ്ഞാൽ ഈ മൂവിയും റിയൽ ലൈഫിലും ഒരുപാട് പേർക്കുള്ള ചില ഫാമിലീസിലെങ്കിലും ഉണ്ടാവും അങ്ങനെ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ ടീച്ചർ കഥാപാത്രം എങ്ങനെയാണ്? ഭയങ്കര ടീച്ചർ കഥാപാത്രം ഈ നായിക കഥാപാത്രത്തോട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവര്. അപ്പൊ എല്ലാറ്റും ഷെയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള. അതെ. അപ്പൊ നീത്തുടെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഉണ്ടല്ലോ, അതുമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നോ? അതുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ എനിക്കങ്ങനെ ബന്ധം തോന്നിയിട്ടില്ല.